വില്യം ഷേക്സ്പിയർ എഴുത്തിൻ്റെ ലോകത്തിന്, അതായത് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കഥകളുടെയും കവിതകളുടെയും ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ലോകത്ത് നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ചരിത്രത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് വില്യം ഷേക്സ്പിയറിനെ ഇന്നും ലോകം കാണുന്നതിൻ്റെ കാരണം? ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊടുത്ത കോൺട്രിബ്യൂഷനാണ്. എന്താണ് ആ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാംഗ്വേജിന് അതിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഗ്രാമറും രണ്ടാമത് വാക്കുകളുമാണ്. എവിടെയൊക്കെ ലാംഗ്വേജ് ഭാഷ തപ്പി ബുദ്ധിമുട്ടിയോ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഭാഷാ പ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയോ ആ ഭാഗങ്ങളിലെല്ലാം അതിന് കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തി ആരാണോ അയാൾ ആ ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പൈതൃകത്തിന് അല്ലെങ്കിൽ പിതൃത്വത്തിന് ഏറ്റവും ഉതകുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വില്യം ഷേക്സ്പിയറാണ്. അദ്ദേഹം ലാംഗ്വേജ് എവിടെയൊക്കെ പമ്മി നിന്നോ, എവിടെയൊക്കെ ബുദ്ധിമുട്ടിയോ ആ ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിലേക്ക് ഭാഷയെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതിന് വേണ്ട പദങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഭാഷാ പ്രയോഗങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയുന്ന ഒരു വേർഡ്, അത് ഇന്നും ചതിയുടെ ഏറ്റവും വലിയ പ്രയോഗമായിട്ട് ഇന്നും നിലനിൽക്കാൻ കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാർക്ക് ആൻ്റണി ഒരുപാട് കുത്തുകൾ കൊണ്ടെങ്കിലും അതിനകത്ത് ബ്രൂട്ടസ് എന്ന വ്യക്തി അതിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന മാർക്ക് ആൻ്റണി എന്ന കഥാപാത്രത്തെ കൊണ്ട് തിരിച്ചു ചോദിക്കുന്ന യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്തുമാത്രം ഇന്നും സ്വാധീനം പുലർത്തുന്നുണ്ടെന്ന് ഓർക്കണം. കാരണം തിരിച്ചു പറയാനായിട്ട് വാക്കുകൾ എന്ന് പറയുന്നതിൻ്റെ ഭാഗത്ത് യൂട്യൂബ് ബ്രൂട്ടസ് എന്ന ഒരൊറ്റ വേർഡിലൂടെ അദ്ദേഹം അതിനെ ഒതുക്കുകയാണ് ചെയ്തത്. ഇതാണ് വില്യം ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കഥയിലൂടെയും കവിതകളിലൂടെയും അന്ന് നിലവിലുണ്ടായിരുന്ന ചരിത്രത്തിലും അന്ന് നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥകളെ അദ്ദേഹം പാടെ മാറ്റി. വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ സവിശേഷത ആ കാലഘട്ടത്തെ അദ്ദേഹം തിരുത്തി എഴുതി എന്നുള്ളതാണ്. കാരണം 15-ാം നൂറ്റാണ്ട് നമുക്കറിയാം, ചരിത്രത്തിൽ രാജാക്കന്മാരുടെയും ലൂയി ഹെൻറി 8 രാജാവ് ഭരണം നടത്തി അവസാനിപ്പിക്കുന്ന കാലമാണ്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ അസ്ഥിരതകളും ആക്രമണങ്ങളും വൈരാഗ്യബുദ്ധിയും ആക്രമണ സ്വഭാവവും നിലനിന്നിരുന്ന കാലമാണ്. പരസ്പരം പൊരുതി മരിക്കാൻ തീരുമാനിച്ച ജനതകൾക്കിടയിലേക്ക് സ്നേഹം എന്ന ആശയത്തെയും പ്രേമം എന്ന വികാരത്തെയും വളർത്തിയെടുത്ത് ആ സാമൂഹിക പരിസ്ഥിതിയെ അദ്ദേഹം മാറ്റി എഴുതി. കാരണം വില്യം ഷേക്സ്പിയറിൻ്റെ കാലത്തിന് ശേഷം ഇംഗ്ലീഷ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന മനസ്സ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാനായിട്ട് വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾക്ക് അതിശക്തമായ പ്രാധാന്യമുണ്ട്. കാരണം അതിനു മുമ്പ് ജൂലിയോ ആൻഡ് റോമേറ്റ് എന്ന പോലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അദ്ദേഹം മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു റൈറ്റിംഗ് രീതിക്ക് അന്ന് വളരെ സ്വീകാര്യത ലഭിക്കുകയും എല്ലാ മനുഷ്യരുടെയും മനസ്സുകളിലേക്ക് പരസ്പരം വെട്ടിയും കുത്തിയും മരിക്കുന്നതിന് പകരം സ്നേഹം, പ്രേമം എന്ന വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു.
മൂന്നാമത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് കഥയെ ചലിപ്പിക്കുവാനും അതുവഴി സാമൂഹിക വ്യവസ്ഥകളെ മാറ്റി എഴുതുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രമെടുത്താൽ 15-ാം നൂറ്റാണ്ട് വരെ സ്ത്രീ എന്നൊരു വ്യക്തിത്വത്തിന് സമൂഹത്തിലോ പൊതുവേദികളിലോ എന്തെങ്കിലും ഒരു പ്രാധാന്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നതാണ് കൃത്യമായ പ്രത്യേകത. അങ്ങനെ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെ സ്ത്രീത്വത്തിന് പ്രാധാന്യമോ സ്ത്രീത്വം പറയുന്ന എന്തെങ്കിലും ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാൻ സാധിക്കാതെയും വരുന്നൊരു ജനങ്ങളിലേക്ക് സ്ത്രീ എന്ന ഒരു ആശയത്തിലൂടെ പുറത്തു വരുന്ന ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യ മനസ്സിനെ, ഇംഗ്ലണ്ടിൻ്റെ മനസ്സിനെ അദ്ദേഹം തിരിച്ചുവിട്ടു എന്നുള്ളത് ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനാണ്. അതിനുശേഷം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ നീണ്ടു നിൽക്കുന്ന ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്ത്രീക്ക് എന്തുമാത്രം പ്രാധാന്യം പിന്നീടുള്ള ചരിത്രത്തിൽ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ടാണ്. കാരണം ചരിത്രത്തിൽ ഉറങ്ങിക്കിടന്ന കഥാപാത്രങ്ങളായ ക്ലിയോപേട്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും അവരിലൂടെ അവരുടെ ജീവിതത്തെ കഥയായിട്ട് അവതരിപ്പിച്ച് അവർക്ക് എന്തുമാത്രം റോമൻ സാമ്രാജ്യത്തിലും റോമൻ ചരിത്രത്തിലും പ്രാധാന്യമുണ്ടായിരുന്നോ ആ പ്രാധാന്യത്തെ ആധുനിക കാലഘട്ടത്തിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലേക്ക് അദ്ദേഹം ആവിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എലിസബത്ത് രാജ്ഞി അധികാരത്തിൽ വരികയും അവരിലൂടെ പിന്തുടർന്ന ഒരു ഭരണക്രമം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന രീതിയിലേക്കും തൂലിക ചലിപ്പിക്കുവാനായിട്ട് വില്യം ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് മുമ്പ് സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് സമൂഹത്തിലോ വിദ്യാഭ്യാസ രംഗത്തോ എന്തെങ്കിലും ഒരു സ്വാധീനമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്തിനും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ശൈലിയുടെ റിസൾട്ടായിട്ടുണ്ടായ ഒരു കാലഘട്ടത്തിന് എന്ത് മാറ്റമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ എന്ന് പറയുന്ന ആശയം സമൂഹത്തിൻ്റെ മുഖ്യ മേഖലയിലേക്ക് വരികയും ആ ആശയം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി എഴുതി ചേർക്കുകയും പിന്നീട് ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ ഒരു കോൺട്രിബ്യൂഷന് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് ചരിത്രത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് വില്യം ഷേക്സ്പിയറിനെ ഇന്നും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ചരിത്രം ഓർക്കാനായിട്ട് കാരണം. ഇന്നും കഥയ്ക്കും കവിതകൾക്കും സമൂഹത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ തെളിയിച്ച വ്യക്തിയാണ്. ഇതാണ് ചരിത്രത്തിനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത എഴുത്തിൻ്റെ ലോകം സൃഷ്ടിച്ച ഒരു മഹാപ്രതിഭയാണ് വില്യം ഷേക്സ്പിയർ എന്ന് അന്നും ഇന്നും ഒരുപോലെ ജനങ്ങൾ വിശ്വസിക്കാനും അതിനെ ഏറ്റെടുക്കുവാനും കാരണമായ പ്രധാനപ്പെട്ട ചരിത്ര രീതികൾ എന്ന് പറയുന്നത്.